നമസ്കാരം. ഭാരതത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഡമ്മിയാക്കിക്കൊണ്ട് പിറകിൽ നിന്നും ചരട് വലികളെല്ലാം നടത്തിയത് സോണിയാഗാന്ധിയായിരുന്നു. പ്രധാനമന്ത്രി കസേരയിൽ മൻമോഹൻ സിംഗ് വെറും ഡമ്മിയായിരുന്നു. സോണിയാഗാന്ധി എന്ത് പറയുന്നു അതുപോലെ മൻമോഹൻ സിംഗ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് സോണിയാഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിൽ സോണിയാഗാന്ധിക്കും രാഹുലിനും കോൺഗ്രസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് ഒന്ന് വെറുതെ ആയിരുന്നില്ല. അതായത് ഓരോ ആരോപണങ്ങളും തള്ളിക്കളയാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആരോപണങ്ങൾ 2 മാസമായിട്ട് BJP ഉന്നയിക്കുന്നുണ്ടെന്നാൽ ഇതൊന്നും തന്നെ സോണിയയും രാഹുലും കോൺഗ്രസും നിഷേധിക്കുന്നുമില്ല. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും സോണിയാഗാന്ധി പ്രധാന രേഖകൾ മോഷ്ടിച്ചു കടത്തിയെന്നതാണ്. ബ്രിട്ടീഷ് വൈസ്രോയായ മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിനിക്ക് നെഹ്റു അയച്ച കത്തുകളാണ് സോണിയാഗാന്ധി അടിച്ചു മാറ്റിയത്. നെഹ്റുവിലെ കള്ളക്കാമുകനെ രക്ഷിക്കാൻ സോണിയാഗാന്ധി മോഷണവും നടത്തി. നെഹ്റുവിന്റെ ഈ കത്തുകൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വിവാദമാക്കിയതോടുകൂടിയാണ് UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് സോണിയ നെഹ്റു മ്യൂസിയത്തിൽ നിന്ന് പ്രത്യേക ദൂതിനെ അയച്ച് ആ കത്തുകളെല്ലാം തന്നെ അവിടുന്ന് മാറ്റിയത്. ഒന്നും രണ്ടും കത്തുകളല്ല നെഹ്റു എഡ്വേനയ്ക്ക് അയച്ചത്. ആയിരക്കണക്കിന് കത്തുകളാണ് നെഹ്റു എന്ന കള്ളക്കാമുകൻ എഡ്വേനയ്ക്കും ആൽബർട്ട് ഐൻസിനും ജയപ്രകാശ് നാരായണനും വിജയലക്ഷ്മി പണ്ഡിറ്റിനും അരുണ ആസിഫ് അലിക്കും മറ്റുമായി അയച്ചത്. ഇവർക്ക് അയച്ച കത്തുകൾ മാത്രം ഏകദേശം 51 കർട്ടനുകളോളം വരും. മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് നെഹ്റുവിന് മാത്രമായി ഉണ്ടായിരുന്ന മ്യൂസിയത്തിന് പകരം എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മ്യൂസിയമാക്കി അതിനെ മാറ്റിയത്. അങ്ങനെയാണ് അതിനെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന പേര് നരേന്ദ്രമോദി ഇട്ടത്. മ്യൂസിയത്തിന് അവകാശപ്പെട്ട നെഹ്റുവിന്റെ കത്തുകളെല്ലാം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് തവണ കത്തയച്ചിരുന്നു. പഴയ നെഹ്റു മ്യൂസിയത്തിൽ നിന്നും പൊക്കിയ കത്തുകൾ അതേ രൂപത്തിലോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റായോ ഡിജിറ്റൽ രൂപത്തിലായോ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി അംഗവും അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചരിത്രകാരനുമായ റിസ്വാൻ ഖാദ്രി രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുകയുണ്ടായി. പല പ്രാവശ്യം കത്തയച്ചിട്ടും രാഹുൽ ഒരു അക്ഷരം പോലും തിരിച്ചൊരു മറുപടി കത്ത് രൂപത്തിലോ നൽകിയിട്ടില്ല. അമ്മ സോണിയാഗാന്ധിയിൽ നിന്നും ഈ കത്തുകൾ എത്ര പെട്ടെന്ന് കണ്ടെത്തി തിരിച്ചു നൽകണമെന്നാണ് മ്യൂസിയത്തിന്റെ അധികൃതർ ആവശ്യമുന്നയിച്ചത്. നെഹ്റു എഡ്വേനയ്ക്ക് അയച്ച കത്തിൽ എല്ലാതര ദൗർബല്യങ്ങളുമുള്ള ഒരു കാമുകനെയാണ് കാണുന്നത്. കോൺഗ്രസ് നെഹ്റുവിനെ ശക്തമനായ ഒരു പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നെഹ്റുവിന്റെ യഥാർത്ഥ മുഖം ഈ കത്തുകളിൽ പുറത്തു കൊണ്ടുവരും. നെഹ്റു എന്ന കള്ളക്കാമുകനെ ഈ കത്തിലൂടെ കാണാനാകും. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക ദൂതിനെ അയച്ച് UPA ഭരണകാലത്ത് തന്നെ സോണിയാഗാന്ധി ഈ കത്തുകളെല്ലാം ആ മ്യൂസിയത്തിൽ നിന്നും മാറ്റിയത്. ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് നെഹ്റുവിനെ കോൺഗ്രസ് ഊതിപ്പെരുപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അങ്ങേയറ്റം അപവാദം നിറഞ്ഞ ബന്ധമാണ് നെഹ്റുവും എഡ്വിനിയും തമ്മിലുണ്ടായിരുന്നത്. സ്വന്തം ചുണ്ടത്ത് സിഗരറ്റ് ഊതി പിടിപ്പിച്ചു വിടുന്ന നെഹ്റു എഡ്വിനിക്ക് സിഗരറ്റ് ഒക്കെ കത്തിച്ചു കൊടുക്കുന്ന ചിത്രവും വൻ വിവാദമായിരുന്നു. എഡ്വിനിയുടെ മകൾ പമേല തന്റെ പുസ്തകമായ ഓട്ടോ ഓഫ് ദി എംപയർ ലൈഫ് ഈസ് എ മൗണ്ട് ബാറ്റനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 1947 എഡ്വിന അവസാന വൈസ്രോയായ ഭർത്താവ് മൗണ്ട് ബാറ്റിൽ പ്രഭുമൊത്ത് ഇന്ത്യയിൽ എത്തിയ മുതൽ ഈ പ്രണയബന്ധം തുടങ്ങി. ഇരുവരും തമ്മിൽ പക്ഷേ ഒരു തരത്തിലുമുള്ള ശാരീരിക ബന്ധത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മകൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഇവരുടെ അടുത്ത് ജോലിക്കാരും പരിചാരകരും അതുപോലെ തന്നെ അനുയായികളും സെക്യൂരിറ്റികളും ഉണ്ടായിരുന്നതാൽ ഇരുവർക്ക് ഒന്നിച്ച് സ്വകാര്യത കിട്ടാൻ പ്രയാസമുള്ളതിനാൽ ഇതെന്നും മക്കൾ പറഞ്ഞു. 1960 വരെ എഡ്വിനിയും നെഹ്റുവും തമ്മിൽ ഈ പ്രണയബന്ധം തുടർന്നതായാണ് പറയുന്നത്. നെഹ്റുവിന്റെ കത്തുകൾ സോണിയാഗാന്ധിയിൽ നിന്നും കണ്ടെടുത്ത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി അവ തിരിച്ചു നൽകാൻ ഇതുവരെ തയ്യാറാക്കില്ല. നെഹ്റുവിന്റെ കത്തുകൾ രാജ്യത്തിന്റെ ഉടമസ്ഥയിലുള്ള പൊതു സ്വത്താണെന്നും ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യതയല്ലെന്നുമാണ് BJP വ്യക്തമാക്കുന്നത്. ഈ കത്തുകൾ വരുന്ന ഭാവി തലമുറകൾക്ക് അതായത് ചരിത്രകാരന്മാർക്കടക്കം ഇതൊരു റിസർച്ച് ഗവേഷണം നടത്താൻ വളരെ ഉപയോഗമാകുമെന്നാണ് BJPയും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും പറയുന്നത്.